ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹി സായി ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. കുറേ നാളെ ഞാനൊരു പാചക വീഡിയോ ഒക്കെ ചെയ്യണമെന്ന്. അപ്പം ഇന്നൊരു പാചക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് സി മീൻ കിട്ടി. ഇവിടെ സി എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റൗവൊക്കെ കത്തിച്ചു, ചട്ടിയൊക്കെ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വരട്ടി ഒരു ബ്രൗൺ കളറാകുന്ന വരെ വരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അരപ്പ്, തേങ്ങ ചിരവിയത്, 2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി അരച്ച അരപ്പ് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ട മെയിൻ സാധനം ഉപ്പ് എല്ലാവരുടെ ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇടുക. ഞാൻ 2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പോരെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് ഇടാം. അതിനുശേഷം ഞാൻ ഇവിടെ നേരത്തെ കൊടംപുളി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി അത് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷമേ നമ്മൾ മീൻ അതിലേക്ക് ഇടാവുള്ളൂ. ഇതാണ് നമ്മുടെ മീൻ. നന്നായിട്ട് കഴുകി മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നു. നല്ലപോലെ തിളക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ എടുത്തിടാവൂ. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഗൈസ്. അതിലേക്ക് ഞാൻ നമ്മുടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ എടുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. സ്പൂണ് കൊണ്ടാണ് എടുത്തിടുന്നത്. എനിക്ക് ഈ മീൻ അങ്ങനെ വലിയ താല്പര്യമില്ല. ഇവിടെ ചേട്ടനും അമ്മയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണിത്. എനിക്ക് പക്ഷേ കുഞ്ഞു മീനുകളോട് താല്പര്യം. ചാള അങ്ങനെയൊക്കെയുള്ള മീനുകളൊക്കെയാണ് ഇഷ്ടം. നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. കൊല്ലം സൈഡെല്ലാം സി ഡി എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അവിടെ എന്താണ് എനിക്കറിയത്തില്ല. ഈ മീൻ വേറെ എന്തോ ഒരു പേരാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഈ മീനിന് പറയുന്നത്? നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് അരപ്പും എല്ലാം അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് അവിടെ കിടന്ന് വേഗട്ടെ. ഇനി ഞാനൊന്ന് ഒരു അടപ്പെടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കറി കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ കറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ.